GK മിൻസിൻ്റെ +1 NCERT ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശില്പ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം ഫംഗൈ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ ഇത്രയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ആ ക്ലാസ് കൂടെ ഒന്ന് കാണുക. അത് കണ്ടതിന് ശേഷം കിങ്ഡം ഫംഗൈ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ആർച്ച് ഫിറ്റാക്കറിൻ്റെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത്. അതിൽ 2 കിങ്ഡം നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം ഫംഗൈ. കിങ്ഡം ഫംഗൈയിലുള്ള എല്ലാ മെമ്പേഴ്സും യൂക്കാരിയോട്സ് ആണ്, അതായത് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആണ്. നമ്മൾ കവർ ചെയ്തതാണ് നേരത്തെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ. കിങ്ഡം മൊണീറ മാത്രമാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ്, അതായത് പ്രോക്കരിയോട്സ് ആയിട്ട് വരുന്നത്. ബാക്കി അങ്ങോട്ടുള്ള എല്ലാ കിങ്ഡവും യൂക്കാരിയോട്സ് ആണ്, അതായത് ന്യൂക്ലിയസ് ഉള്ള മെമ്പേഴ്സാണ്. ആൻഡ് കിങ്ഡം ഫംഗൈ മെമ്പേഴ്സ് ആർ മെയിൻലി ഹെട്രോട്രോപ്സ് ആണ്, അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് അല്ല, പകരം മറ്റ് ഓർഗാനിസംസിനെ, അത് ജീവിച്ചിരിക്കുന്ന ഓർഗാനിസംസിനെ ആവാം അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ ആവാം, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ദേ ഹാവ് ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്ററ്റ്. അവരുടെ മോർഫോളജി എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സാണ്. മോർഫോളജിയിലും ഹാബിറ്ററ്റിലും തമ്മിൽ ഒരുപാട് വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദേ ആർ കോസ്മോപൊളിറ്റൻ ഇൻ നേച്ചർ. സർവ്വവ്യാപികളാണ്. എല്ലായിടത്തും നോക്കിയാലും നമുക്ക് ഫംഗസിനെ കാണാൻ പറ്റും. ദേ ഒക്കർ ഇൻ എയർ, വാട്ടർ, സോയിൽ ആൻഡ് ഓൺ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അങ്ങനെ എല്ലായിടത്തും ഫംഗസ് പ്രസൻ്റ് ആണ്. ദേ പ്രിഫർ ടു ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. അവരുടെ വളർച്ചയ്ക്കായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഫുഡ് മെറ്റീരിയൽസ് എല്ലാം ഓഫൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ള കാരണം റെഫ്രിജറേറ്ററിനകത്ത് ഈ പറഞ്ഞ 2 കണ്ടീഷൻസിനും എക്സാക്ട്ലി ഓപ്പോസിറ്റാണ് റെഫ്രിജറേറ്ററിനുള്ളിലെ കണ്ടീഷൻ. സോ അങ്ങനെ വരുമ്പോൾ ഫംഗൈക്ക് ആ ഒരു കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്ന ഫുഡ് ചീത്തയാവാതിരിക്കുന്നത്. ഫംഗൈയുടെ ബോഡി ഓൾമോസ്റ്റ് ഫിലമെൻറ്റസ് ആണ്. മെജോറിറ്റി ഫംഗസും ഫിലമെൻറ്റസ് ആണ്. ഫിലമെൻറ്റ് പോലെ ഇങ്ങനെ ലോങ് സ്ലെൻഡർ ത്രെഡ്സ് ഉള്ള ഓർഗാനിസംസ് ആണ്. അതിന് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണ്. ഈസ്റ്റിൻ്റെ ബോഡി ഓൾമോസ്റ്റ് റൗണ്ടഡ് ആണ്. സോ വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഈസ്റ്റ് വിച്ച് ആർ യൂണിസെല്ലുലർ, ഫംഗൈ ആർ ഫിലമെൻറ്റസ്. അപ്പോൾ ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഫംഗസും ഫിലമെൻറ്റസ് ആണ്. ആൻഡ് ദെയർ ബോഡീസ് കൺസിസ്റ്റ് ഓഫ് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ഹൈഫൈ. ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ബോഡിയിൽ കാണുന്ന ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഹൈഫൈ എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഹൈഫൈ. ആൻഡ് ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ഈസ് നോൺ ആസ് മൈസീലിയം. ഈ ഹൈഫൈ, ഒരുപാട് ഹൈഫൈ ഇങ്ങനെ ചേർന്ന് വരുന്ന ആ ഒരു നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് മൈസീലിയം. സം ഹൈഫൈ ആർ ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം കോൾഡ് സീനോസൈറ്റിക് ഹൈഫൈ. ചില ഹൈഫൈയിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം ആയിരിക്കും, അതായത് ഒന്നിലധികം ന്യൂക്ലിയസ് ഉള്ള സൈറ്റോപ്ലാസം കാണാൻ പറ്റും. അങ്ങനെയുള്ള സൈറ്റോപ്ലാസം കൊണ്ട് ഫിൽ ചെയ്തിരിക്കുന്ന ഹൈഫൈ ആണ് നമ്മൾ സീനോസൈറ്റിക് ഹൈഫൈ എന്ന് പറയുന്നത്. അതേഴ്സ് ഹാവ് സെപ്റ്റൈ ഓർ ക്രോസ് വാൾസ് ഇൻ ദെയർ ഹൈഫൈ. ഇനി ചില ഫംഗസിന് അവരുടെ ഹൈഫൈക്കുള്ളിൽ സെപ്റ്റം അല്ലെങ്കിൽ ക്രോസ് വാൾസ് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഫംഗൈ ഫിലമെൻറ്റസ് ആണെന്ന്. ഈ ഫിലമെൻറ്റിനെ ഓരോ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കുന്ന ഡിവൈഡിങ് പാർട്ടിനെയാണ് നമ്മൾ സെപ്റ്റം എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് സെപ്റ്റേറ്റ് ഹൈഫൈക്ക് എക്സാമ്പിളാണ്. ദ സെൽ വോൾസ് ഓഫ് ഫംഗൈ ആർ മെയ്ഡപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. ഫംഗൈയുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനും പോളിസാക്കറൈഡ്സും കൊണ്ടാണ്. ഓർക്കുക, ഫംഗസിന് സെൽ വോൾ സെല്ലുലോസിക് അല്ല, പകരം കൈറ്റിനും പോളിസാക്കറൈഡും കൊണ്ടുണ്ടാക്കിയ സെൽ വോളാണ് ഫംഗസിനുള്ളത്. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഫംഗസിനെ 3 ആയിട്ട് തിരിക്കാം: സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക് ആൻഡ് സിംബയോട്ടിക്. ഇത് എയ്തർ സാപ്രോഫൈറ്റ്സ് ആയിട്ട് കാണാൻ പറ്റും, അതായത് ഡെഡ് ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫംഗൈയിൽ വരുന്ന എല്ലാ മെമ്പേഴ്സും ഹെട്രോട്രോപ്സ് ആണ്, അതായത് അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല, മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. സോ അത് ഏത് സാപ്രോഫൈറ്റ്സ് ആയിട്ടായിരിക്കാം, അതായത് ഡെഡ് ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിട്ടായിരിക്കാം.
മറ്റ് ലിവിങ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം, അവരുടെ ദേഹത്ത് കയറി അവരിൽ നിന്ന് ന്യൂട്രീഷൻ എടുത്തിട്ടായിരിക്കാം. അല്ലെങ്കിൽ സിംബയോൺസ് ആയിട്ട് കാണാൻ പറ്റും. സിംബയോസിസ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്. അതായത് ഈ സിംബയോസിസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും ബെനഫിറ്റ്സ് കിട്ടും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് സിംബയോസിസ്. സോ ഫംഗസ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് 2 രീതിയിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആസ് ലൈക്കൻസ്. ലൈക്കൻസ് എന്ന് പറയുമ്പോൾ ഫംഗസും ആൽഗയും കൂടെ ചേർന്ന് വരുന്ന ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് മൈക്കോറൈസ. അത് ഫംഗസും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഈ 2 കേസിലും ഫംഗസിന് ഫുഡ് കിട്ടുന്നുണ്ട് ഡയറക്റ്റായിട്ട് തന്നെ. ഇപ്പോൾ ലൈക്കൻസിൻ്റെ കേസിലാണെങ്കിൽ ആൽഗെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഫോട്ടോസിന്തസിസ് വഴി. അതിൻ്റെ ഒരു പാർട്ട് ഫംഗസ് എടുക്കും. എന്നിട്ട് ഫംഗസ് ഇൻ ടേൺ ആൽഗയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഒന്ന് മാത്രമല്ല എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ ഈസി ആക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഫുഡ് മേക്കിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ഈസി ആക്കി കൊടുക്കും. അങ്ങനെയാണ് 2 പാർട്ട്നേഴ്സും ബെനിഫിറ്റഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞത്. സോ ഓർത്തിരിക്കുക, ലൈക്കൻസ് എന്ന് പറയുന്നത് ഫംഗയും ആൽഗയും തമ്മിൽ ചേർന്ന് വരുന്ന സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. ആൻഡ് മൈക്കോറൈസ ഫംഗൈ പ്ലസ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഇനി റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ. ഫംഗൈ റീപ്രൊഡ്യൂസസ് ബൈ വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ മീൻസ്. ഈ 3 രീതിയിലും ഫംഗസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇനി 3 തരത്തിലാണ്. എയ്തർ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ഓർ ബഡ്ഡിങ്. നെക്സ്റ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇത് സ്പോർ ഫോർമേഷൻ വഴിയാണ്. സ്പോർ ഫോർമേഷൻ നമ്മൾ കിങ്ഡം പ്രൊട്ടിസ്റ്റ പഠിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ സ്പോർ ഫോർമേഷൻ വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. 3 ടൈപ്പ് സ്പോർസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബുക്കിൽ. ഒന്ന് കൊനീഡിയ പെൻസിലിയത്തിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പോറാണ്, അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറാണ്. ദെൻ സ്പോറാൻജിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ്. ആദ്യം സ്പോർസ് വരും. സ്പോർസ് പിന്നീട് ജേർമിനേറ്റ് ചെയ്തിട്ട് മൈസീലിയം പ്രൊഡ്യൂസ് ചെയ്യും. മൈസീലിയം മെച്ചുറേറ്റ് ചെയ്തിട്ട് അടുത്ത സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ വരുന്നൊരു ചാർട്ട് അടുത്ത് വരുന്ന സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. 3 സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഊസ്പോർസ്, ആസ്കോസ്പോർസ് ആൻഡ് ബേസിഡിയോസ്പോർസ്. അപ്പോൾ ഇവിടെ 3 കേസിലും ഈ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സിലാണ് ഈ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡീസ് ഡെവലപ്പ് ചെയ്ത് മെച്യൂർ ചെയ്ത് അതിൽ നിന്ന് പിന്നീട് പുതിയ സ്പോർസ് വീഴും. അങ്ങനെയാണ് ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൻ്റെ മെച്ചുറേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ കിങ്ഡം പ്രൊട്ടിസ്റ്റ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ആ ക്ലാസ് നല്ലോണം കേൾക്കുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നെക്സ്റ്റ് സെക്ഷൽ സൈക്കിൾ ഇൻ ഫംഗൈ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നന്നായിട്ട് പഠിക്കുക. സെക്ഷൽ സൈക്കിൾ ഇൻ ഫംഗൈ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് പ്ലാസ്മോഗ്യാമി, സെക്കൻഡ് കാരിയോഗ്യാമി ആൻഡ് തേർഡ് മിയോസിസ് ഇൻ സൈഗോട്ട്. ഒന്നുകൂടെ, ഫസ്റ്റ് പ്ലാസ്മോഗ്യാമി, സെക്കൻഡ് കാരിയോഗ്യാമി ആൻഡ് തേർഡ് മിയോസിസ് ഇൻ സൈഗോട്ട്. ഈ 3 സ്റ്റെപ്സാണ് ഫംഗയുടെ സെക്ഷൽ സൈക്കിളിൽ വരുന്നത്. ഇപ്പോൾ പ്ലാസ്മോഗ്യാമി എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താ, ഗ്യാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുമ്പോൾ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്ലാസ്മോഗ്യാമി. നെക്സ്റ്റ് കാരിയോഗ്യാമി. കാരിയോഗ്യാമി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷനാണ്. കാരിയോൺ എന്ന് പറയുന്ന വേർഡ് ന്യൂക്ലിയസുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ യൂകാരിയോട്സ്, പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സ് എന്താ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ്. യൂകാരിയോട്സ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ്. സോ കാരിയോൺ എന്ന് പറയുന്ന വേർഡ് ന്യൂക്ലിയസുമായിട്ട് റിലേറ്റഡ് ആണ്. സോ കാരിയോഗ്യാമി മീൻസ് ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്. കിങ്ഡം ഫംഗൈ മെമ്പേഴ്സിനുള്ള ഒരു പ്രത്യേകതയാണ് ഇവരുടെ സെക്ഷൽ സ്റ്റേജിൽ, സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ ഒരു ഫേസ് ഉണ്ട്, ഹെട്രോകാരിയോട്ടിക് ഫേസ് അല്ലെങ്കിൽ ഡൈകാരിയോട്ടിക് ഫേസ് എന്നൊക്കെ പറഞ്ഞു.
ഇപ്പോൾ നമ്മൾ മനുഷ്യർക്കൊക്കെ എങ്ങനെയാണ്, നമ്മുടെ ഗ്യാമേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഫംഗസിൻ്റെ കേസിൽ പ്ലാസ്മോഗ്യാമി കഴിഞ്ഞ് വരുന്ന ആ ഒരു സ്ട്രക്ചറിന് ചിലപ്പോൾ രണ്ടോ അതിലധികമോ ന്യൂക്ലിയസ് ഉണ്ടാവും. 2 ന്യൂക്ലിയസ് ഉള്ള ഫേസിനെയാണ് നമ്മൾ ഡൈക്യാരിയോട്ടിക് ഫേസ് എന്ന് പറയും. അല്ല 2ൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള ആ ഒരു സ്റ്റേജിനാണെങ്കിൽ നമ്മൾ ഹെട്രോകാരിയോട്ടിക് ഫേസ് എന്ന് പറയും. ആസ്കോമൈസീറ്റ്സ്, ബേസിഡിയോമൈസീറ്റ്സ് തുടങ്ങിയ ഫംഗൽ ഗ്രൂപ്പിന് വരുന്ന ഒരു അഡീഷണലി വരുന്ന ഒരു ഇൻ്റർവീനിങ് സ്റ്റേജ് ആണ് ഈ ഡൈക്യാരിയോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ ഹെട്രോകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, കിങ്ഡം ഫംഗൈ മെമ്പേഴ്സിന് ഒരു ഇൻ്റർവീനിങ് ഡൈക്യാരിയോട്ടിക് ഫേസ് അല്ലെങ്കിൽ ഹെട്രോകാരിയോട്ടിക് ഫേസ് അവരുടെ സെക്ഷൽ സൈക്കിളിൽ കാണാൻ പറ്റും. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ്, മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. സൈഗോട്ടിന് റിഡക്ഷൻ ഡിവിഷൻ അതായത് മിയോസിസ് സംഭവിച്ച് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകുന്നു. നമുക്കറിയാം കിങ്ഡം ഫംഗൈ മെമ്പേഴ്സ് എങ്ങനെയാണ്, ഹാപ്ലോയിഡ് ആണ് അല്ലേ. അതായത് അവർക്ക് സിംഗിൾ സെറ്റ് ഓഫ് അൺപെയർഡ് ക്രോമസോംസ് ആണുള്ളത്. ഇപ്പോൾ നമുക്ക് ഹ്യൂമൻസിന് എങ്ങനെയാണ്, നമ്മൾ ഡിപ്ലോയിഡ് ആണ്, നമുക്ക് പെയർഡ് ക്രോമസോംസ് ഉണ്ട്, 2n സെറ്റ് ഓഫ് ക്രോമസോംസ് നമുക്കുണ്ട്. പക്ഷേ ഈ ഫംഗൽ ഗ്രൂപ്പിൽ വരുന്നതെല്ലാം ഹാപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. n ക്രോമസോംസ് അവർക്കുള്ളൂ, അതായത് അൺപെയർഡ് ക്രോമസോംസ് ആണ്, സിംഗിൾ സെറ്റ് ഓഫ് അൺപെയർഡ് ക്രോമസോംസ് ആണ് ഈ ഓർഗാനിസംസിന് ഉള്ളത്. പാരൻ്റ് ഓർഗാനിസം ഹാപ്ലോയിഡ് ആയാലും ഡിപ്ലോയിഡ് ആയാലും ഉണ്ടാകുന്ന ഗ്യാമേറ്റ് ഓൾവേസ് ഹാപ്ലോയിഡ് ആയിരിക്കും. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. വാട്ട് എവർ ദ പ്ലോയിഡി ഓഫ് എ പാരന്റ് സെൽ മേ ബി, ദ ഗ്യാമേറ്റ്സ് വിൽ ഓൾവേസ് ബി ഹാപ്ലോയിഡ്. ഹ്യൂമൻസിനും അങ്ങനെയാണ്. നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്, പക്ഷേ എന്നാലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ്സ് അതായത് സ്പേം ആയാലും ഓവം ആയാലും അതെങ്ങനെയായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. റിഡക്ഷൻ ഡിവിഷൻ മിയോസിസ് സംഭവിച്ച് അത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഫംഗസിൻ്റെ കേസിൽ ഫംഗസ് ഹാപ്ലോയിഡ് ആണ്, അത് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും, അതും ഹാപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ ഗ്യാമേറ്റ്സ് ഹാപ്ലോയിഡ് ആണ്. ഈ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സൈഗോട്ട് അത് ഡിപ്ലോയിഡ് ആയിരിക്കും. ഇപ്പോൾ ഗ്യാമേറ്റ്സ് ഹാപ്ലോയിഡ് ആണ്, സോ ഹാപ്ലോയിഡ് ഗ്യാമേറ്റ്സ് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സൈഗോട്ട് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. അത് ഹാപ്ലോയിഡ് ഓർഗാനിസം ആയാലും ഡിപ്ലോയിഡ് ഓർഗാനിസം ആയാലും അതിനുണ്ടാകുന്ന സൈഗോട്ട് ഓൾവേസ് ഡിപ്ലോയിഡ് ആയിരിക്കും. വാട്ട് എവർ ദ പ്ലോയിഡി ഓഫ് ദ പാരന്റ് ഓർഗാനിസം മേ ബി, ദ സൈഗോട്ട് വിൽ ഓൾവേസ് ബി ഡിപ്ലോയിഡ്. സോ ആ ഡിപ്ലോയിഡ് സൈഗോട്ടിനെ തിരിച്ച് ഹാപ്ലോയിഡ് സ്പോർസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മിയോസിസ് നടന്നത് അല്ലേ. ഇവിടെ സൈഗോട്ട് എപ്പോഴും ഡിപ്ലോയിഡ് ആണ്, പക്ഷേ ഇവിടുത്തെ ഓർഗാനിസം എങ്ങനെയാണ്, ഫംഗസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. സോ ആ ഫംഗസ് ആകണമെങ്കിൽ, അതിന് ആ ഹാപ്ലോയിഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ സൈഗോട്ടിന് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് സംഭവിക്കണം. സോ മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. ഈ പ്ലോയിഡി എക്സ്പ്ലനേഷൻ എല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇതൊന്നും അങ്ങനെ എക്സാമിന് ചോദിക്കുകയില്ല, അങ്ങനെ എഴുതേണ്ട കാര്യവുമില്ല. ഈ 3 സ്റ്റെപ്സ് മാത്രം ഓർത്തിരിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് പ്ലാസ്മോഗ്യാമി, ദെൻ കാരിയോഗ്യാമി ആൻഡ് മിയോസിസ്. ഈ കാണിച്ചിരിക്കുന്നത് ഫംഗസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ വരുന്ന സ്റ്റേജസ് ആണ്. ആദ്യത്തെ ഹാഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഫസ്റ്റ് സ്പോർസ് വരുന്നു. സ്പോർസ് ഹാപ്ലോയിഡ് ആണ്, n സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ട് അതിന്. അത് ജെർമിനേറ്റ് ചെയ്തിട്ട് മൈസീലിയം പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് മൈസീലിയം മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് സ്പോർസ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. മൈസീലിയം ഹാപ്ലോയിഡ് ആണ്. സോ അവിടെ മൈറ്റോസിസ് നടന്നാൽ മതി, ഇക്വേഷണൽ ഡിവിഷൻ നടന്ന് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫംഗസിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇനി നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കാം. അവിടെ മൈസീലിയം അതിന് പ്ലാസ്മോഗ്യാമി ഉണ്ടാവും. അതായത് അവിടെ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്ത് ഒരു ഹെട്രോകാരിയോട്ടിക് സ്ട്രക്ചർ ഉണ്ടാവും. കിങ്ഡം ഫംഗൈ മെമ്പേഴ്സിനുള്ള ഒരു അഡീഷണൽ ഇൻ്റർവീനിങ് സ്റ്റേജാണ് ഈ ഹെട്രോകാരിയോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് പ്ലാസ്മോഗ്യാമി കഴിഞ്ഞ് വരുന്ന റിസൾട്ടൻറ്റ് സ്ട്രക്ചറിന് 2 അതിലധികമോ ന്യൂക്ലിയസ് ഉണ്ടാവും. ഇപ്പോൾ 2 ന്യൂക്ലിയസ് ആണുള്ളതെങ്കിൽ നമ്മളതിനെ ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയും. 2ൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജ് ആണെങ്കിൽ നമ്മളതിനെ ഹെട്രോകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയും. പിന്നെ ഈ ഹെട്രോകാരിയോട്ടിക് സ്റ്റേജിലിരിക്കുന്ന ആ സ്ട്രക്ചറിന് കാരിയോഗ്യാമി നടക്കും. അതായത് എത്ര ന്യൂക്ലിയസ് ഉണ്ടോ ആ ന്യൂക്ലിയസ്, ഇപ്പോൾ 2 ന്യൂക്ലിയസ് ആണ് ഉള്ളതെങ്കിൽ ആ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ആ ഫ്യൂഷൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാരിയോഗ്യാമി എന്ന് പറയുക. ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ആ സ്റ്റേജ് കാരിയോഗ്യാമി.
അങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. നമുക്കറിയാം ഫംഗസ് ഹാപ്ലോയിഡ് ഓർഗാനിസമാണ്. ഇവിടെ ഉണ്ടായ സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. സോ അതിൻ്റെ പ്ലോയിഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് മിയോസിസ് നടക്കും. അതായത് റിഡക്ഷൻ ഡിവിഷൻ നടക്കും. 2n എന്നുള്ളത് ഹാഫായിട്ട് മാറാൻ വേണ്ടി. അങ്ങനെ മിയോസിസ് നടന്ന് വീണ്ടും ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് മൈസീലിയം ഉണ്ടാകും. അങ്ങനെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ ഫംഗസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് ചോദിച്ചാൽ ഈ ചാർട്ട് മാത്രം വരച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഈ ചാർട്ട് PDF ഫോമാറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞങ്ങളിത് PDF ആക്കി ഞങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ. ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 3 ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, മോർഫോളജി ഓഫ് മൈസീലിയം. 2, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ. ആൻഡ് 3, ഫ്രൂട്ടിംഗ് ബോഡീസ്. ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഫംഗയെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫൈക്കോമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ്, ബേസിഡിയോമൈസീറ്റ്സ് ആൻഡ് ഡ്യൂറ്ററോമൈസീറ്റ്സ്. ഓർക്കുക, ഫൈക്കോമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ്, ബേസിഡിയോമൈസീറ്റ്സ് ആൻഡ് ഡ്യൂറ്ററോമൈസീറ്റ്സ്. ഫസ്റ്റ്, ഫൈക്കോമൈസീറ്റ്സ്. ഇതിൻ്റെ ഹാബിറ്ററ്റ് നോക്കുകയാണെങ്കിൽ മെയിൻലി അക്വാട്ടിക് ആണ്. അക്വാട്ടിക് ഹാബിറ്ററ്റ്. ആൻഡ് ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എയ്തർ സാപ്രോഫൈറ്റിക് ആയിട്ട് കാണാൻ പറ്റും ഇവരെ, അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിരിക്കും. സാപ്രോഫൈറ്റിക് എന്താ? ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് കൺസ്യൂം ചെയ്ത് ജീവിക്കുന്നവർ. പാരസൈറ്റ്സ് ലിവിങ് ഓർഗാനിസംസിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരിൽ നിന്ന് ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്ത് ജീവിക്കുന്നവർ. അപ്പോൾ മെയിൻലി അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. സാപ്രോഫൈറ്റ്സ് ആയിട്ടും പാരസൈറ്റ്സ് ആയിട്ടും ഫൈക്കോമൈസീറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെയർ മൈസീലിയം വിൽ ബി അസെപ്റ്റൈറ്റ് ആൻഡ് സീനോസൈറ്റിക്. സെപ്റ്റം ഉണ്ടായിരിക്കില്ല. സെപ്റ്റം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഫംഗൽ ഗ്രൂപ്പ് ഫിലമെൻറ്റസ് ആണെന്ന് പറഞ്ഞില്ലേ, ആ ഫിലമെൻറ്റിനെ ഓരോ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കുന്ന ആ ഒരു ഡിവൈഡിങ് പാർട്ടിനെയാണ് നമ്മൾ സെപ്റ്റം എന്ന് പറയുക. അപ്പോൾ ഇവിടെ സെപ്റ്റം ഉണ്ടായിരിക്കില്ല, അതാണ് അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. സീനോസൈറ്റിക് എന്ന് പറയുമ്പോഴേക്കും മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം കൊണ്ട് ഫിൽഡ് ആയിട്ടുള്ള മൈസീലിയത്തെയാണ് നമ്മൾ സീനോസൈറ്റിക് എന്ന് പറയുക. മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം കൊണ്ട് ഫിൽ ചെയ്തിരിക്കുന്നതിനെ. ഇതാ സെപ്റ്റേറ്റ് മൈസീലിയവും അസെപ്റ്റേറ്റ് മൈസീലിയവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെപ്റ്റത്തിൽ കണ്ടോ, ഓരോ ഫിലമെൻറ്റിനെയും ഓരോ പാർട്ടായിട്ട് ഈ സെപ്റ്റം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അസെപ്റ്റേറ്റിൽ വരുമ്പോഴേക്കും മൈസീലിയം സ്മൂത്ത് ആണ്. അവിടെ നമുക്കങ്ങനെ ഒരു ഡിവിഷൻ, അങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കുന്ന ഈ സെപ്റ്റം നമുക്ക് കാണാൻ പറ്റില്ല. സ്മൂത്ത് ആയിട്ടായിരിക്കും മൈസീലിയം കാണാൻ പറ്റുക. സോ ഫൈക്കോമൈസീറ്റ്സിൽ മൈസീലിയം എങ്ങനെയാണ്? അസെപ്റ്റേറ്റ് ആണ്, സെപ്റ്റം ഇല്ല. ആൻഡ് സീനോസൈറ്റിക് ആണ്. ഇതുപോലെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം കൊണ്ട് ഫിൽഡ് ആയിരിക്കും. ദെൻ റീപ്രൊഡക്ഷൻ ഇൻ ഫൈക്കോമൈസീറ്റ്സ്. അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും കാണാൻ പറ്റും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർസ് വഴിയാണ്. ഏത്? സൂസ്പോസ്. ഈ കാണിച്ചിരിക്കുന്നത് സൂസ്പോസ് ആണ്. അത് മോട്ടൈൽ സ്പോർസ് ആണ്. കാരണം അതിന് ഫ്ലജല്ല ഉണ്ടാവും. കഴിഞ്ഞ പ്രോട്ടിസ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഫ്ലജല്ല എന്ന് പറയുന്നത് മൂവ്മെൻറ്റിന് സഹായിക്കുന്ന അപ്പൻഡേജ് ആണ്. സോ ഇവിടെ സൂസ്പോസിന് ഫ്ലജല്ലമുണ്ട്, അതുകൊണ്ട് തന്നെ അത് മോട്ടൈലാണ്. ആൻഡ് അപ്ലാനോസ്പോസ്. അപ്ലാനോസ്പോസ് നോൺ മോട്ടൈലാണ്. മൂവ്മെൻറ്റ് ഇല്ലാത്ത അസെക്ഷൽ സ്പോർസ് ആണ് അപ്ലാനോസ്പോസ്. ദെൻ ദീസ് സ്പോർസ് ആർ എൻഡോജിനസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയം. സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് എൻഡോജിനസ്ലി, അതിനുള്ളിലാണ് ഈ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പൊറാഞ്ചിയം മെച്യൂറായിട്ട് പിന്നീട് ഈ സ്പോർസ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പോർ ഫോർമേഷൻ നടക്കുന്ന ആ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയം മെച്യൂർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്പോർസ് റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ കേസിൽ സ്പൊറാഞ്ചിയത്തിനുള്ളിലാണ് സ്പോർസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ സൈഗോസ്പോർസ് വരും. ദേ ആർ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 2 ഗ്യാമേറ്റ്സ്. അങ്ങനെ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, അത് ഏത് ഐസോഗ്യാമി ആവാം. അതായത് 2 ഗ്യാമേറ്റ്സ് ഇപ്പോൾ സിമിലർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്യാമേറ്റ്സിനെയാണ് നമ്മൾ ഐസോഗ്യാമസ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ കണ്ടോ, ഇവിടെ 2 ഗ്യാമേറ്റ്സ്, മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും സിമിലർ ആണ്. അങ്ങനെ മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഐസോഗ്യാമി എന്ന്. ഓർ അങ്ങനെയുള്ള ഗ്യാമേറ്റ്സിനെയാണ് നമ്മൾ ഐസോഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഗ്യാമീറ്റ്സ് ഡിസിമിലർ ആയിരിക്കാം, മോർഫോളജിക്കലി ഡിഫറൻ്റ് ആയിരിക്കാം, ഒരു സിമിലാരിറ്റിയും ഉണ്ടാവില്ല. അത് അനൈസോഗ്യാമസ് ആവാം അല്ലെങ്കിൽ ഊഗ്യാമസ് ആവാം. അനൈസോഗ്യാമസ് എന്ന് പറയുമ്പോൾ 2 ഗ്യാമൈറ്റ്സും മോർഫോളജിക്കലി ഡിസിമിലർ ആയിരിക്കും. ഊഗ്യാമസിലും അതുപോലെ തന്നെയാണ്, മോർഫോളജിക്കലി ഡിസിമിലർ ആണ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഊഗ്യാമസിൽ ഫീമെയിൽ ഗ്യാമേറ്റ് മെയിൽ ഗ്യാമേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജുമായിരിക്കും, നോൺ മോട്ടൈലും ആയിരിക്കും. മെയിൽ ഗ്യാമേറ്റ് മാത്രമാണ് അവിടെ മോട്ടൈലായിട്ടുള്ളത്. മൂവ്മെൻ്റ് ഉള്ളത് മെയിൽ ഗ്യാമേറ്റിന് മാത്രമായിരിക്കും. ഇനി ഫൈക്കോമൈസീറ്റ്സിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് മ്യൂക്കർ. ഈ കാണിച്ചിരിക്കുന്നത് മ്യൂക്കറിൻ്റെ ഒരു ഇമേജാണ്. നെക്സ്റ്റ് റൈസോപ്പസ്. റൈസോപ്പസ് ബ്രെഡ് മൗൾഡാണ്. നമ്മൾ ബ്രെഡ് ചീത്തയാകുമ്പോൾ കാണില്ലേ, അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അഫക്റ്റഡ് ആയിരിക്കുന്ന ഫംഗസാണ് റൈസോപ്പസ്. ആൻഡ് ആൽബ്യൂഗോ, അത് മസ്റ്റാർഡിൻ്റെയൊക്കെ ലീവ്സിൽ കാണുന്ന ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഫംഗസാണ് ആൽബ്യൂഗോ. ഇത് 3 ഫൈക്കോമൈസീറ്റ്സിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ആസ്കോമൈസീറ്റ്സ്. ആസ്കോമൈസീറ്റ്സിനെ കോമൺലി സാക്ക് ഫംഗൈ എന്ന് പറയും. അതിനകത്ത് യൂണിസെല്ലുലർ ഓർഗാനിസംസും ഉണ്ട്, മൾട്ടി സെല്ലുലർ ഓർഗാനിസംസും വരും. യൂണിസെല്ലുലർ ആസ്കോമൈസീറ്റിന് എക്സാമ്പിളാണ് ഈസ്റ്റ്. അതിനൊരു സെല്ല് മാത്രമേ ഉള്ളൂ. ഈ കാണിച്ചിരിക്കുന്നത് ഈസ്റ്റാണ്. ഈസ്റ്റിലെ ബഡിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ യൂണിസെല്ലുലർ ആസ്കോമൈസീറ്റിന് എക്സാമ്പിൾ ഈസ്റ്റ് അല്ലെങ്കിൽ സക്കാരോമൈസിസ്. ഇനി മൾട്ടി സെല്ലുലർ ആസ്കോമൈസീറ്റിന് എക്സാമ്പിളാണ് പെൻസീലിയം. പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെൻസീലിയം, അത് മൾട്ടി സെല്ലുലർ ആസ്കോമൈസീറ്റിന് എക്സാമ്പിളാണ്. ഇനി ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ വെച്ചിട്ട് ഈ ആസ്കോമൈസീറ്റിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ദേ മേ ബി സാപ്രോഫൈറ്റിക്, ഡീകമ്പോസേഴ്സ്, പാരസൈറ്റിക് ഓർ കോപ്രോഫിലസ്. ഇതിൽ ആദ്യത്തെ 3 ടേംസ് നിങ്ങൾക്ക് അറിയാം. ഡങ്ങിൽ വളരുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ കോപ്രോഫിലസ് ഓർഗാനിസംസ് എന്ന് പറയാം. സോ ഇവർ സാപ്രോഫൈറ്റിക് ആവാം, ഡീകമ്പോസേഴ്സ് ആവാം, പാരസൈറ്റിക് ആവാം, അല്ലെങ്കിൽ കോപ്രോഫിലസ് ആവാം. ഇനി ഇവരുടെ മൈസീലിയം ബ്രാഞ്ച്ഡ് ആയിരിക്കും, സെപ്റ്റേറ്റ് ആയിരിക്കും. അവർക്ക് ആസ്കോമൈസീറ്റ്സിലെ മൈസീലിയം ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റുമാണ്. പല കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സെപ്റ്റം വന്നിട്ട് മൈസീലിയത്തിനെ പല കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഈ ഫിഗറിൽ കാണുന്ന പോലെ. ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊനീഡിയ എന്ന് പറയുന്ന സ്പെഷ്യൽ സ്പോസ് വഴിയാണ്. ആൻഡ് ദിസ് കൊനീഡിയ ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജിനസ്ലി ഓൺ സ്പെഷ്യൽ മൈസീലിയം കോൾഡ് കൊനീഡിയോഫോഴ്സ്. കൊനീഡിയോഫോഴ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ മൈസീലിയത്തിൽ എക്സോജിനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ കൊനീഡിയ. അതിന് പുറത്തായിട്ട് നമുക്കിത് കാണാൻ പറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാവിറ്റിക്ക് ഉള്ളിലല്ല, പുറത്തായിട്ട് കാണാൻ പറ്റും. അതാണ് കൊനീഡിയോഫോഴ്സ്. ആൻഡ് ദിസ് കൊനീഡിയ ഓൺ ജെർമിനേഷൻ പ്രൊഡ്യൂസ് മൈസീലിയം. ഈ കൊനീഡിയ ജെർമിനേറ്റ് ചെയ്തിട്ട് മൈസീലിയം പ്രൊഡ്യൂസ് ചെയ്യും. റീപ്രൊഡക്റ്റീവ് ഫേസ് നമ്മൾ നേരത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ചാർട്ട് പഠിച്ചപ്പോൾ ഉള്ള പോലെ തന്നെയാണ്. ഈ പേരുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓരോന്നിനും ഓരോ പെർട്ടിക്കുലർ നെയിം ഉണ്ട്, അത്രയേ ഉള്ളൂ. സോ ആസ്കോമൈസീറ്റ്സിൻ്റെ അസെക്ഷൽ സ്പോസിനെ നമ്മൾ കൊനീഡിയ എന്ന് പറയും. ഈ കൊനീഡിയ ഫോം ചെയ്യുന്ന സ്പെഷ്യൽ മൈസീലിയത്തിനെ കൊനീഡിയോഫോഴ്സ് എന്ന് പറയും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ. Sexual spores are called ascospores, which are produced endogenously in a sac-like asci. സെക്ഷൽ സ്പോസിന് ആസ്കോസ്പോസ് എന്ന് പറയും. ഈ ആസ്കോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്കസ് എന്ന് പറയുന്ന ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിന് ഉള്ളിലാണ്. ഈ ഫിഗറിൽ കാണുന്ന പോലെ കണ്ടോ, ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ, അതിനാണ് നമ്മൾ ആസ്കസ് അല്ലെങ്കിൽ ആസ്കൈ എന്ന് പറയുന്നത്. ആസ്കൈ പ്ലൂറലാണ്, ആസ്കസ് സിംഗുലർ. ഈ സാക്ക് പോലെ ഇരിക്കുന്ന ആസ്കസിനുള്ളിലാണ് ആസ്കോസ്പോസ് ഉള്ളത്. And these asci are arranged in different types of fruiting bodies called ascocarps. Ascocarps എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡീസിലാണ് ഈ ആസ്കൈ, സാക്ക് ലൈക്ക് ആസ്കൈ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ആസ്കോമൈസീറ്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ആസ്പെർഗില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ഈ ന്യൂറോസ്പോറ ജെനറ്റിക് ബയോകെമിക്കൽ വർക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആസ്കോമൈസീറ്റ് ആണ്. ഇനി
എഡിബിൾ ആയിട്ടുള്ള ആസ്കോമൈസീഡ്സിന് എക്സാമ്പിളാണ് മോറൽസ്, ബഫിൾസ് എല്ലാം. നെക്സ്റ്റ് ബേസിഡിയോമൈസീഡ്സ്. ബേസിഡിയോമൈസീഡ്സ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നതാണ് മഷ്റൂംസ്, നമുക്കറിയാം. ദെൻ ബ്രാക്കറ്റ് ഫംഗൈ, ഇത് ഒരു മഴയൊക്കെ കഴിഞ്ഞാൽ തെങ്ങിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണിത്. ആൻഡ് പഫ് ബോൾസ്, ഇതെല്ലാം ബേസിഡിയോമൈസീഡ്സിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. ഇവരുടെ ഹാബിറ്ററ്റ് പറയുമ്പോൾ ദേ ഗ്രോ ഇൻ സോയിൽ, ഓൺ ലോഗ്സ് ആൻഡ് ട്രീ സ്റ്റംസ് ആൻഡ് ഇൻ ലിവിങ് പ്ലാന്റ് ബോഡീസ് ആസ് പാരസൈറ്റ്സ്. മണ്ണിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ട്രീ ലോഗ്സ്, ട്രീ സ്റ്റംസിലൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ മറ്റ് ഓർഗാനിസംസിൽ പാരസൈറ്റ്സ് പോലെ ജീവിക്കുന്നുണ്ടാവും. മൈസീലിയം ബ്രാഞ്ചഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. സെപ്റ്റമുണ്ട്, പല കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടൊരു ഫിലമെൻറ്റിനെ തിരിച്ചിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. സോ മൈസീലിയം ബ്രാഞ്ചഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. ഇവർക്ക് അസെക്ഷൽ സ്പോർസ് ആബ്സെൻ്റ് ആണ്. ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ഇസ് കോമൺ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്, അത് കോമൺ ആണ്. സോ ബേസിഡിയോമൈസീഡ്സിൽ അസെക്ഷൽ സ്പോർസ് ആബ്സെൻ്റ് ആണ് ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴി നടക്കുന്നുണ്ട്. ബേസിഡിയോമൈസീഡ്സിൽ സെക്സ് ഓർഗൻസും ആബ്സെൻ്റ് ആണ്, പക്ഷേ പ്ലാസ്മോഗമി നടക്കുന്നുണ്ട് ബൈ ദ ഫ്യൂഷൻ ഓഫ് 2 വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽസ് ഓഫ് ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓർ ജീനോടൈപ്സ്. സോ ബേസിഡിയോമൈസീഡ്സിന് സെക്സ് ഓർഗൻസ് ഇല്ല, പക്ഷേ പ്ലാസ്മോഗമി, അതായത് ഗ്യാമൈറ്റ്സിൻ്റെ ഫ്യൂഷൻ, അപ്പോൾ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്ലാസ്മോഗമി. അത് നടക്കുന്നത് 2 വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ്. The resultant structure is dikaryotic which ultimately gives rise to basidium. അപ്പോൾ പ്ലാസ്മോഗമി കഴിഞ്ഞ് വരുന്ന സ്ട്രക്ചർ ഡൈകാരിയോട്ടിക് ആണ്. നമ്മൾ പറഞ്ഞില്ലേ പ്ലാസ്മോഗമി കഴിയുമ്പോൾ ഒരു ഹെട്രോകാരിയോട്ടിക് ഫേസ് വരുമെന്ന്. ആ ഹെട്രോകാരിയോട്ടിക് ഫേസിൽ ഇവിടെ 2 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. സോ ഡൈകാരിയോട്ടിക് ഫേസ് ആണ്. ആദ്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. സിമ്പിളാണ്. നമ്മൾ നേരത്തെ ആദ്യം പഠിച്ച ആ 3 ഫേസസ് ഇല്ലേ, സെക്ഷൽ സൈക്കിളിലെ 3 ഫേസസ്, ആ 3 ഫേസസ് തന്നെയാണ് ഈ പറയുന്നത്. ആ ചാർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. സോ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ പേരുകൾക്ക് മാത്രം ഓരോ സ്പോർട്സിന് ഓരോ നെയിം പറഞ്ഞിട്ടുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ആ ചാർട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പ്ലാസ്മോഗമി കഴിഞ്ഞ് വരുന്ന ആ റിസൾട്ടൻറ്റ് സ്ട്രക്ചർ ഡൈകാരിയോട്ടിക് ആണ്. 2 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. സോ ആ 2 ന്യൂക്ലിയസ് ചേർന്ന് വരുന്ന ആ റിസൾട്ടൻറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ബേസിഡിയം എന്ന് പറയുന്നത്. ദെൻ ആ ബേസിഡിയത്തിന് കാരിയോഗമി നടക്കും, അതായത് ആ ഉള്ള 2 ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. സോ കാരിയോഗമി നടന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ടിന് മിയോസിസ് സംഭവിക്കും, റിഡക്ഷൻ ഡിവിഷൻ സംഭവിക്കും. കാരണം സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, ബേസിഡിയോമൈസീഡ്സ് ഹാപ്ലോയിഡ് ആണ്. സോ ഹാപ്ലോയിഡ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് സംഭവിക്കും. 4 ബേസിഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ബേസിഡിയോസ്പോർസ് ആർ എക്സോജിനസ്ലി പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ബേസിഡിയം. ബേസിഡിയത്തിൽ എക്സോജിനസ്ലി ആണ് ബേസിഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ബേസിഡിയ ആർ അറേഞ്ച്ഡ് ഇൻ ഫ്രൂട്ടിംഗ് ബോഡീസ് കോൾഡ് ബേസിഡിയോ കാർപ്സ്. ബേസിഡിയോ കാർപ്സ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡീസിലാണ് ഈ ബേസിഡിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ബേസിഡിയോമൈസീഡ്സിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അഗാരിക്കസ് മഷ്റൂമാണ്. ദെൻ അസ്റ്റിലാഗോ, സ്മട്ട് ആൻഡ് പസീനിയ, റസ്റ്റ്. ഇത് 3 ബേസിഡിയോമൈസീഡ്സിന് എക്സാമ്പിളാണ്. ഇനി കിങ്ഡം ഫംഗയിലെ ലാസ്റ്റ് മെമ്പേഴ്സാണ് ഡ്യൂറ്റീറോമൈസീഡ്സ്. ദേ ആർ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ ആസ് ദ അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് ഫേസസ് ഓഫ് ദീസ് ഫംഗൈ ഒൺലി ആർ നോൺ. ഈ ഓർഗാനിസംസിൻ്റെ അസെക്ഷലും വെജിറ്റേറ്റീവ് ഫേസസും മാത്രമേ ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടുള്ളൂ. സെക്ഷൽ ഫേസസ് ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഓർഗാനിസംസിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയുന്നത്. ആൻഡ് once the perfect stages, that is the sexual stages of the members of Deuteromycetes were discovered, they were often moved to Ascomycetes or Basidiomycetes. ഈ ഓർഗാനിസംസിൻ്റെ സെക്ഷൽ സൈക്കിൾ ഡിസ്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ആസ്കോമൈസീഡ്സിലോട്ടോ ബേസിഡിയോമൈസീഡ്സിലോട്ടോ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്ഷൽ സ്റ്റേജസ് ഇതുവരെ ഡിസ്കവേർഡ് അല്ല, അതുകൊണ്ടാണ് ഇതിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയുന്നത്.
ദേ റീപ്രൊഡ്യൂസ് ഓൺലി ബൈ അസെക്ഷൽ സ്പോർസ്. ഡിറ്റ്യൂറോമൈസീറ്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്. ഇവരുടെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർസിനെ നമ്മൾ കൊനീഡിയ എന്ന് പറയുന്നു. ആൻഡ് മൈസീലിയം ഇസ് സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ്. മൈസീലിയം സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ചില ഓർഗാനിസംസ് സാപ്രോഫൈറ്റ്സ് ആയിരിക്കും, ചിലത് പാരസൈറ്റ്സ് ആയിരിക്കും. പക്ഷേ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദം ആർ ഡീകമ്പോസേഴ്സ് ഓഫ് ലിറ്റർ ആൻഡ് ഹെൽപ്സ് ഇൻ മിനറൽ സൈക്ലിംഗ്. മെജോറിറ്റി ഓർഗാനിസംസും ഡീകമ്പോസേഴ്സ് ആയിരിക്കും. ഇതിന് എക്സാമ്പിൾസ് പറയുമ്പോൾ ഓൾട്ടർനേറിയ, കൊളേറ്റോട്രിക്കം, ട്രൈക്കോഡെർമ. ജി കെ മെൻസിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്സ്, ഡൗട്ട്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നോട്ട്സ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.